സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സെഡ് ആസ്ത്രയുടെ റിവ്യൂവും കാര്യങ്ങളുമാണ്. അതായത് നമ്മുടെ ഹൂണിഗൻ സോറോയുടെ റിവ്യൂ ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് പറഞ്ഞ് ലാഗ് അടിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമുക്ക് ആദ്യം തന്നെ എക്സ്റ്റീരിയറിൽ നിന്ന് തുടങ്ങാം. നമുക്ക് ഫ്രണ്ട് കൗള് നോക്കാം. ഫ്രണ്ട് കൗള് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ ഈ ദാസപ്പൻ ഗെയിമിംഗ് ബ്രോ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ ബോണറ്റിലെ നെറ്റൊക്കെ അതേപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ മെയിൻ ലൈറ്റ്, പിന്നെ ആ പ്രകാശിൻ്റെ ലോഗോയും കാര്യങ്ങളും, പിന്നെ നമ്മുടെ പിക്സൽ നെയിം ബോർഡ്, പിന്നെ എക്സ്ട്രാ ലൈറ്റ്സ്, അതൊക്കെ ഗൈസ് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ടയറിൻ്റെ കാര്യത്തിലേക്ക് പോയാൽ ടയറിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ നല്ല ഒറിജിനാലിറ്റിക്ക് ചെയ്തിട്ടുണ്ട്. നടുക്കൊരു ദാസപ്പൻ ഗെയിമിങ്ങിൻ്റെ ലോഗോയും കൂടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് പക്ക ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സാധാ ഒറിജിനൽ ബസ് എങ്ങനെയാണ് അതേപോലെ തന്നെയാണ് അതിൻ്റെ ടയർ. ഒറിജിനൽ ബസ്സിൻ്റെ ടയർ പോലെ തന്നെയാണ് ആ ബ്രോ ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ടയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നൈസ് വർക്കാണ് ടയർ. നമുക്ക് ബാക്ക് ടയറിലോട്ട് പോകും. ബാക്ക് ടയർ പക്ക ഡീറ്റെയിൽ എന്ന് വെച്ചാൽ പക്ക ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ അതിനകത്ത് നട്ട്സും ബോൾട്ടും ഒക്കെ അതേപോലെ കറക്റ്റ് നല്ല കറക്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആ വീൽ കപ്പിൻ്റെ ആ ഒരു ഡിസൈനും കാര്യങ്ങളും അതൊക്കെ നല്ല രീതിക്കാണ് ആ ബ്രോ ചെയ്തിട്ടുള്ളത്. നമുക്ക് ബാക്കിലോട്ട് പോവുകയാണെങ്കിൽ ബാക്കിൽ മറ്റേ സ്റ്റോപ്പ് ലൈറ്റ്, അതും ബാക്കും നല്ല ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. മറ്റേ ഡിക്കി, പിന്നെ സൈഡിൽ ഇൻഡിക്കേറ്റർ, റിവേഴ്സ്, സ്റ്റോപ്പ് ലൈറ്റ്, അതൊക്കെ ഉണ്ട്. ഓക്കെ ഗൈസ്, നമുക്ക് ആനിമേഷൻ വർക്കിലോട്ട് പോകാം. ആനിമേഷൻ മൊത്തത്തിൽ 3 എണ്ണം ഉണ്ട്. സാധാ പോലെയാണ് 3 എണ്ണം. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ ലിപ്പിൻ്റെ ആ ഏറ്റവും അടിയിലത്തെ ആ സാധനം താഴ്ക്കുന്നത്, അതിൻ്റെ പേരെനിക്ക് അറിഞ്ഞുകൂടാ. അതാണ് ആദ്യത്തെ ആനിമേഷൻ. അത് കിഴിഞ്ഞ സംഭവമാണ്. നമുക്ക് വേണമെങ്കിൽ ലിപ്പ് മാത്രമായിട്ട് വെക്കാം. അല്ല, അതിന് ഇച്ചിരി കൂടെ ഇത് കൂട്ടണമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം. പിന്നെ രണ്ടാമത്തെ ആനിമേഷൻ എന്ന് പറയുന്നത് കുറേ ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ബോണറ്റ് തുറക്കുന്നതും, പിന്നെ നമുക്ക് അകത്തോട്ട് കയറാനുള്ള ആ ഡോറ് തുറക്കുന്നു, ക്യാബിൻ ഡോറ്, അകത്തോട്ട് കയറാനുള്ള ആ ഡോറ് തുറക്കുന്നു. പിന്നെ ഏറ്റവും മേളിൽ ആ എയറിൻ്റെ ആ സംഭവം പൊക്കുന്നത്, പിന്നെ നമ്മുടെ വിൻഡോ തുറക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ആനിമേഷൻ. നമുക്ക് മൂന്നാമത്തെ ആനിമേഷനിലോട്ട് പോകാം. മൂന്നാമത്തെ ആനിമേഷൻ എന്ന് വെച്ചാൽ ഫേക്ക് ഷാഡോ മാറ്റുന്നതാണ്. പിന്നെ നമ്മുടെ പിക്സൽ നെയിം ബോർഡിൻ്റെ ആ ലൈറ്റ് വരാനുള്ള വൈപ്പറും കാര്യങ്ങളുമാണ്. ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളോടുള്ളൊരു ചോദ്യമാണ്, നിങ്ങൾ അടുത്ത എന്ത് കണ്ടൻറ്റ് വേണമെന്ന് നിങ്ങൾ കമൻറ്റ് അറിയിക്കുക. ഏറ്റവും നല്ല കണ്ടൻറ്റ് ആരാന്ന് വെച്ചാൽ അവരുടെ എടുത്തിട്ട് നമ്മൾ ആ കണ്ടൻറ്റ് ഇട്ട് ആ വീഡിയോ ചെയ്തിട്ട് നമ്മൾ ആ വീഡിയോയ്ക്കകത്ത് ഞാൻ എടുത്ത കണ്ടൻറ്റിൽ ആളുടെ പേര് ഞാൻ പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. അന്നേരം എല്ലാവരും വേഗം പോയി കമൻറ്റ് ഇട്ടോളൂ. നമ്മുടെ ഈ മോഡ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ദാസപ്പൻ ഗെയിമിംഗ് ആണ്. അപ്പോൾ ഞാൻ ഈ മോഡിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എല്ലാവരും പോയി ഡൗൺലോഡ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.